ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 50 നോമ്പിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. നമ്മുടെ പിതാക്കന്മാർ നോറ്റതും നാം നോൽക്കുന്നതുമായ ഈ നോമ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ രൂപപ്പെടലിനും രൂപാന്തരത്തിനും കാരണമാകണം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നോമ്പിന്റെ പ്രകാശം എന്നുള്ളതാണ്. പാപമയമായ ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ജീവിതത്തിൽ ദൈവബന്ധത്തിൽ വന്ന ഇടിവുകളുടെ പുനർനിർമ്മിതിക്ക് നോമ്പ് അവസരം നൽകുന്നു. വിശുദ്ധ മാമോദീസായിലെ മോറോൻ അഭിഷേകത്തിലൂടെ നാം പ്രാപിച്ച തേജസ്സിന്റെ വസ്ത്രത്തെ ശോഭിപ്പിക്കുന്ന ദൈവിക ഔഷധമാണ് നോമ്പിലെ പരിവർത്തനം. നോമ്പിനാൽ ദൈവിക ദർശനവും അതുവഴി സൂര്യനെ പോലെ മുഖശോഭയാൽ വിളങ്ങിയ മോശയുടെ ജീവിതം നമുക്ക് നോക്കിക്കാണാം. വിക്കനായ ഒരു സംഘ നേതാവ്. ആജ്ഞകൾ പലപ്പോഴും തിരസ്കൃതമാകുന്നത് വേദനയോടെ നോക്കിയിരുന്ന മോശ സീനായ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പുതിയ മുഖവും പുതിയ ചിന്തയും പുതിയ ആത്മാവോടും കൂടിയാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നോമ്പിന്റെ പാരമ്യത്തിൽ ദൈവദർശനത്താൽ ത്വക്ക് പ്രകാശിക്കുന്ന മോശയെ കാണുവാൻ സാധിക്കും. 34-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം സവിശേഷമാണ്. അഹ്റോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. ഈ പ്രകാശത്തിന്റെ കേന്ദ്രങ്ങളാവാൻ മോശയെ സഹായിച്ചത് 40 ദിവസത്തെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും രാവും പകലും യഹോവയോട് കൂടി ആയിരുന്നു എന്നതാണ്. അതിന്റെ പരിണിത ഫലമായ പ്രകാശിക്കുന്ന മുഖം നമുക്കും ഈ നോമ്പിൽ ക്രമീകൃതമായ ജീവിത സന്തുലനതയോടെ ദൈവവുമായി ബന്ധം സാധ്യമാകുമ്പോൾ നമുക്കും ശോഭയേറിയ പ്രകാശമുള്ള ജീവിതമായി മാറി തേജസ്സിന്റെ വസ്ത്രത്തിന് ശോഭ നൽകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പ് മുഖാന്തരം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.